നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ പ്രൊബേഷണറി ഓഫീസർ ഒഴിവുകൾക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രൊബേഷണറി ഓഫീസറായി ചേരാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ട യോഗ്യത, അതേപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രോസസ്, ഫീസ് പേയ്മെന്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജൂൺ 24 മുതൽ ജൂലൈ 14 വരെയാണ് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ അപേക്ഷയുടെ ഹാർഡ് കോപ്പിയും മറ്റ് ഡോക്യുമെന്റുകളും ഒന്നും SBIയുടെ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID, മൊബൈൽ നമ്പറും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ റിസൾട്ടും കോൾ ലെറ്ററും ഒക്കെ ഇതിലൂടെയാണ് ലഭിക്കുന്നത്. ഒരിക്കൽ ഫൈനലായിട്ട് അപേക്ഷ നൽകിയാൽ പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കൊടുത്ത വിവരങ്ങളെല്ലാം ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. പരീക്ഷാ ഘട്ടങ്ങളാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. നിയമന പ്രക്രിയ 3 ഘട്ടങ്ങളിലൂടെ ആയിരിക്കും. ഫേസ് 1 പ്രിലിമിനറി എക്സാം, ഫേസ് 2 മെയിൻ എക്സാം, ഫേസ് 3 സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സസൈസ്, ഇന്റർവ്യൂ. ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ ആയിരിക്കും നിയമന പ്രക്രിയ ഉണ്ടാവുക. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളാണ്. ഇന്റർവ്യൂ സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, കാസ്റ്റ് മുതലായവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. സർക്കാർ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ NOC ഹാജരാക്കണം. നെക്സ്റ്റ് റിസർവേഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. OBC നോൺ ക്രിമിലിയർ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഏപ്രിൽ 1, 2025 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത്. അതേപോലെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് 2024-25 ഫിനാൻഷ്യൽ ഇയറിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. SC ST PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റുകൾ സർക്കാർ നിർദ്ദേശിച്ച ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടി വരും. കാറ്റഗറി വൈസ് ഒഴിവുകൾ, അതേപോലെ PWBD റിസർവേഷനുകൾ എന്നിവയെ പറ്റി നോക്കാം. മൊത്തം ഒഴിവുകൾ എന്ന് പറയുന്നത് 541 ഇത് റെഗുലർ പ്ലസ് ബാക്ക്ലോഗ് ഒഴിവുകൾ ചേർത്തിട്ടുള്ളതാണ്. SC കാറ്റഗറിക്ക് ആണെങ്കിൽ റെഗുലർ 75, ബാക്ക്ലോഗ് 5, ടോട്ടൽ 80. ST റെഗുലർ 37, ബാക്ക്ലോഗ് 36, ടോട്ടൽ 73. OBC റെഗുലർ 135, ബാക്ക്ലോഗ് ഒന്നുമില്ല, ടോട്ടൽ 135. EWS റെഗുലർ 50, ടോട്ടൽ 50. ജനറൽ റെഗുലർ 203, ടോട്ടൽ 203. അങ്ങനെ ടോട്ടൽ റെഗുലർ 500, ബാക്ക്ലോഗ് 41, മൊത്തം 541 ഒഴിവുകളാണ് ഉള്ളത്. അതേപോലെ PWBD വിഭാഗത്തിന് 20 ഒഴിവുകളാണ്. ഇത് ഹൊറിസോണ്ടൽ റിസർവേഷൻ ആയിട്ട് നൽകുന്നുണ്ട്. അടുത്തതായിട്ട് പ്രൊബേഷണറി ഓഫീസറുടെ പ്രധാന ഡേറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ വരുന്നത് ജൂൺ 24 മുതൽ ജൂലൈ 14 വരെ. അതേപോലെ അപേക്ഷ ഫീസ് പേയ്മെന്റ് ജൂൺ 24 മുതൽ ജൂലൈ 14 വരെ. പ്രിലിമിനറി കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ളത് ജൂലൈ 3 അല്ലെങ്കിൽ 4th വീക്സ് മുതലായിരിക്കും. അതേപോലെ ഫേസ് 1 പ്രിലിമിനറി എക്സാം ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് 2025. പ്രിലിമിനറി റിസൾട്ട് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ 2025. മെയിൻ കോൾ ലെറ്റർ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ 2025. മെയിൻ എക്സാം ഫേസ് 2ന്റെ മെയിൻ എക്സാം വരുന്നത് സെപ്റ്റംബർ 2025. അതേപോലെ തന്നെ മെയിൻ റിസൾട്ട് വരുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ 2025. സൈക്കോമെട്രിക് ടെസ്റ്റ് കോൾ ലെറ്റർ വരുന്നത് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ 2025. നെക്സ്റ്റ് വരുന്നത് ഫേസ് 3 ആണ്. സൈക്കോമെട്രിക് ടെസ്റ്റ് പ്ലസ് ഗ്രൂപ്പ് എക്സസൈസ് പ്ലസ് ഇന്റർവ്യൂ വരുന്നത് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ 2025 ആണ്. ഫൈനൽ റിസൾട്ട് വരുന്നത് നവംബർ അല്ലെങ്കിൽ ഡിസംബർ 2025. SC ST OBC PWBD പ്രീ എക്സാം ട്രെയിനിങ് വരുന്നത് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് 2025. അതേപോലെ തന്നെ പ്രീ എക്സാം ട്രെയിനിങ് കോൾ ലെറ്റർ വരുന്നത് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് 2025. എലിജിബിലിറ്റി, റിസർവേഷൻ, ഡിസബിലിറ്റി കാറ്റഗറി ഇതിന്റെ വിശദവിവരങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എലിജിബിലിറ്റി ക്രിറ്റീരിയ നോക്കാം. 1/4/2025 അടിസ്ഥാനമാക്കിയാണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് 2/4/1995 മുതൽ 1/4/2004 വരെ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. OBC നോൺ ക്രിമിലിയർ കാറ്റഗറിക്ക് 3 വർഷം ഇളവുണ്ട്. SC ST ആണെങ്കിൽ 5 വർഷം. PWBD ജനറൽ EWS കാറ്റഗറിക്ക് 10 വർഷം. PWBD OBC കാറ്റഗറിക്ക് 13 വർഷം. PWBD SC ST 15 വർഷം. എക്സ് സർവീസ്മാൻ 5 വർഷവുമാണ് ഇളവുള്ളത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റിയാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്.
ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയിരിക്കണം. അവസാന വർഷം അല്ലെങ്കിൽ സെമസ്റ്ററിൽ ഇരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പക്ഷെ 30/9/2025 പാസ്സായിരിക്കണം. അതേപോലെ ഇന്റഗ്രേറ്റഡ് 12 ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം. അവരും 30/9/2025 പാസ്സായിരിക്കണം. മെഡിക്കൽ എഞ്ചിനീയറിംഗ്, CA, കോസ്റ്റ് അക്കൗണ്ടന്റ് മുതലായവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പാസ്സായ ഡേറ്റ് കണക്കാക്കുന്നത് മാർക്ക് ലിസ്റ്റിലോ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റോ കാണുന്ന തീയതിയാണ്. PWBD സംവരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞത് 40% ഡിസബിലിറ്റി എങ്കിലും ഉണ്ടായിരിക്കണം. അതേപോലെ PWBD യോഗ്യതാ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് VI, HI, LD, D&E ആണ്. ഇത്രയുമാണ് PWBD യോഗ്യതാ വിഭാഗങ്ങൾ. സെലക്ഷൻ പ്രൊസീജിയറിനെ പറ്റിയാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ഘട്ടങ്ങളിലായാണ് SBI PO നിയമനം വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് phase 1 പ്രിലിമിനറി എക്സാം ആണ്. 100 മാർക്കാണ് ഉള്ളത്. ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെക്സ്റ്റ് 1 മണിക്കൂർ, ഓരോ സെക്ഷന് 20 മിനിറ്റ് വീതമാണ്. സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. അടുത്തതായിട്ട് നെയിം ഓഫ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ചോദ്യങ്ങൾ 30, മാർക്ക് 30, സമയം 20 മിനിറ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ചോദ്യങ്ങൾ, 35 മാർക്ക്, 20 മിനിറ്റ്. റീസണിങ് എബിലിറ്റി 35 ചോദ്യങ്ങൾ, 35 മാർക്ക്, 20 മിനിറ്റ്. അങ്ങനെ മൊത്തം 100 ചോദ്യങ്ങളും 100 മാർക്ക് 1 മണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും ടോപ്പ് കാൻഡിഡേറ്റ്സിന് മാത്രമാണ് മെയിൻ എക്സാമിലേക്ക് തിരഞ്ഞെടുക്കുക. phase 1 പ്രിലിമിനറി എക്സാം കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് phase 2 മെയിൻ എക്സാമിനേഷൻ ആണ്. 250 മാർക്കാണിത്. അപ്പോൾ ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 200 മാർക്കും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 50 മാർക്കും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റിനകത്ത് 3 മണിക്കൂർ 4 സെക്ഷൻ ആയിട്ടായിരിക്കും വരുന്നത്. ആ സെക്ഷൻ എന്ന് പറയുന്നത് സബ്ജക്ട് നോക്കാം: റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. തേർഡ് വരുന്നത് ജനറൽ അവയർനെസ്, എക്കോണമി അല്ലെങ്കിൽ ബാങ്കിങ്. ഫോർത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ 4 സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. phase 2 ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് 30 മിനിറ്റ് 50 മാർക്കാണ് വരുന്നത്. ഇതിൽ കാറ്റഗറീസ് എന്ന് പറയുന്നത് ഇമെയിൽസ്, റിപ്പോർട്ട്സ്, സിറ്റുവേഷൻ അനാലിസിസ് ഒക്കെ ആയിരിക്കും കാറ്റഗറി. ഇതൊരു ടൈപ്പിംഗ് എക്സാം ആയിരിക്കും. അതേപോലെ എല്ലാ സെക്ഷനുകളിലും നമുക്ക് മിനിമം മാർക്ക് നേടേണ്ടതുണ്ട്. ഓരോ തെറ്റായ ഉത്തരത്തിനും നെഗറ്റീവ് മാർക്കുണ്ട്. നമ്മൾ ഉത്തരവൊന്നും എഴുതിയില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് കുറയില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് phase 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് phase 3 ആണ്. ഇതിൽ വരുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സൈക്കോമെട്രിക് ടെസ്റ്റ് വരുന്നുണ്ട്. ഗ്രൂപ്പ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ മാർക്ക് 20 ആണ്. പേഴ്സണൽ ഇന്റർവ്യൂവിൽ 30 മാർക്കാണ്. ടോട്ടൽ 50 മാർക്കാണ് ഇതിൽ വരുന്നത്. അപ്പോൾ phase 3 യോഗ്യതാ മാർക്ക് എന്ന് പറയുന്നത് ബാങ്ക് നിശ്ചയിക്കുന്ന പ്രകാരമായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ സെലക്ഷൻ ആണ്. phase 2 മെയിൻ എക്സാം ഒബ്ജക്റ്റീവ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ്. അതേപോലെ phase 3 ഗ്രൂപ്പ് എക്സസൈസ് പ്ലസ് ഇന്റർവ്യൂ. ഇതിൽ രണ്ടിലും നമ്മൾ പ്രത്യേകം യോഗ്യത നേടേണ്ടതുണ്ട്. അപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ മെയിൻ എക്സാം പ്ലസ് ഇന്റർവ്യൂ മാർക്കുകൾ നോർമലൈസേഷൻ ചെയ്യുകയും ആകെ 100 മാർക്കാക്കി കണക്കാക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് phase 2 ഒബ്ജക്റ്റീവ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവിന് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് മാക്സിമം മാർക്ക് 250 ആണ്. നോർമലൈസ്ഡ് മാർക്ക് 75 വരും. phase 3 ഗ്രൂപ്പ് എക്സസൈസ് പ്ലസ് ഇന്റർവ്യൂവിൽ മാക്സിമം മാർക്ക് 50 ആണ്. നോർമലൈസ്ഡ് മാർക്ക് 25. അങ്ങനെ ടോട്ടൽ മാക്സിമം മാർക്ക് 300ഉം നോർമലൈസ്ഡ് മാർക്ക് 100ഉമാണ് വരുന്നത്. പ്രിലിമിനറി എക്സാം മാർക്കുകൾ ഫൈനൽ സെലക്ഷനിലേക്ക് കണക്കാക്കില്ല. അതുപോലെ തന്നെ പ്രിലിമിനറി, മെയിൻ, ഫൈനൽ റിസൾട്ട് എല്ലാം ബാങ്കിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. SBI പ്രൊബേഷണറി ഓഫീസർ പരീക്ഷ ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഓൺലൈനായി നടത്തും. പ്രിലിമിനറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പ്രിലിമിനറി പരീക്ഷയ്ക്ക് ശേഷമുള്ള മെയിൻ എക്സാമിന് എത്തുമ്പോൾ ഈ ഹോൾ ടിക്കറ്റും അതുപോലെ തന്നെ ഗവൺമെന്റ് ID കാർഡും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും കൊണ്ടുപോകേണ്ടി വരും. നെക്സ്റ്റ് ശമ്പളത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. തുടക്ക ശമ്പളം എന്ന് പറയുന്നത് 48,480 രൂപയാണ്. കൂടാതെ നിങ്ങൾക്ക് DA, HRA, മെഡിക്കൽ ലീവ്, ലീസ് റെന്റൽ, പെൻഷൻ എന്നീ തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിക്കും. ജോയിനിങ്ങിന് മുമ്പ് ഓൺലൈൻ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ജോലിയിൽ പ്രവേശിച്ച ശേഷം 2 വർഷം പ്രൊബേഷൻ കാലാവധി ആയിരിക്കും. നല്ല പെർഫോമൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്കിൽ തന്നെ പ്രൊമോഷൻ ലഭിക്കാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോഴുള്ള അപേക്ഷാ ഫീസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. UR, EWS, OBC വിഭാഗങ്ങൾക്ക് അപേക്ഷാ ഫീസ് 750 ആണ്. SC, ST, PWBD വിഭാഗങ്ങൾക്ക് ഫീസ് ഇല്ല. അതുപോലെ തന്നെ ഒരു തവണ ഫീസ് നൽകിയാൽ പിന്നെ അത് റീഫണ്ട് നൽകുന്നതല്ല. SC, ST, OBC, PWBD വിഭാഗങ്ങളിലെ കാൻഡിഡേറ്റുകൾക്ക് ഓൺലൈൻ മോഡിൽ പരിശീലനം നൽകുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ അപേക്ഷ ഫില്ല് ചെയ്യുമ്പോൾ പ്രീ എക്സാം ട്രെയിനിങ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം.
ഇനി നമുക്ക് നെക്സ്റ്റ് അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജൂൺ 24 മുതൽ ജൂലൈ 14 വരെയാണ് അപേക്ഷ സബ്മിറ്റ് ചെയ്യാനുള്ളത്. SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഫോട്ടോ, നമ്മുടെ സൈൻ, അതേപോലെ തന്നെ തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ ഒക്കെ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. പ്രിലിമിനറി എക്സാം, മെയിൻ എക്സാം, അതുപോലെ ഇന്റർവ്യൂ, ഇതിന്റെ ഹോൾ ടിക്കറ്റുകൾ SBIയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. SBI ഇവ ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ SMS വഴിയോ നിങ്ങളെ അറിയിക്കും. അതേപോലെ തന്നെ എക്സാം കേന്ദ്രത്തിൽ പോകുമ്പോൾ ID പ്രൂഫ് കൊണ്ടുപോവുക. അതേപോലെ തന്നെ അതിന്റെ ID പ്രൂഫിന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും എക്സാം സെന്ററിൽ പോകുമ്പോഴായിട്ട് കൊണ്ടുപോവുക. അതേപോലെ ചിലപ്പോൾ ബയോമെട്രിക് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കും. എക്സാം സെന്റർ, ഹോൾ ടിക്കറ്റ്, മറ്ററിയിപ്പുകളെല്ലാം ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. അതിനാൽ കാൻഡിഡേറ്റ്സ് ബാങ്കിന്റെ വെബ്സൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പരിശോധിച്ച് അറിയിപ്പുകൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.